കൊയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പോകുന്നത്. തീർച്ചയായും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചു, നിങ്ങൾ സാങ്കേതികമായ അധികാരമൊക്കെ ലഭിച്ചു എങ്കിൽ പോലും ഇന്ത്യയുടെ മനസ്സ് മതേതര മനസ്സാണ്. അത് മറന്നുപോകരുത്. ഇന്ത്യയുടെ മനസ്സ്, ഇന്ത്യയുടെ ജനത ഇന്നും മതേതരത്തിൽ വിശ്വസിക്കുന്ന ജനത തന്നെയാണ്. അതാണ് കണക്കുകൾ കൃത്യമായി നമ്മളെ സൂചിപ്പിക്കുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പൊ ആ മതേതര മനസ്സുകളെ ഏകോപിപ്പിക്കാൻ, അത് ഒരുമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമമാണ് അപ്പുറത്ത് നടത്തുന്നത്. അപ്പൊ ഇവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട്, ഇവിടെ കണ്ടില്ലേ, ഇപ്പൊ നമുക്ക് കേരളം പോലെ, ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പുറത്ത് പള്ളി, അപ്പുറത്ത് മോസ്ക്, അല്ലെ, ചർച്ച്, ഇപ്പുറത്ത് അമ്പലം. പതിറ്റാണ്ടുകളായി എല്ലാവരും അവരവരുടെ ആരാധന നടത്തി ജീവിക്കുന്നു. ഈ സ്ഥിതിവിശേഷം സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അപ്പോ അവർക്ക് അവരുടെ അധികാരം നിലനിർത്താൻ അവരാഗ്രഹിക്കുന്ന തരത്തിലേക്ക് മാറ്റാൻ, ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ രാഷ്ട്രമല്ല, ഹിന്ദുത്വവാദികളുടെ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് പലപ്പോഴും അറിയില്ല. പക്ഷെ അവർ വളരെ ബോധപൂർവം ഈ വാക്കേ ഉപയോഗിക്കൂ. അത് വളരെ ബോധപൂർവമാണ്. അവരുടെ ഹിന്ദുവിൽ പിന്നോക്കക്കാരായിട്ടുള്ള SC ST OBC വിഭാഗക്കാരൊന്നും ഇല്ല എന്നുള്ളത് അറിയുക.